സ്വകാര്യ ടാക്സി സർവീസ് രംഗത്തെ പ്രമുഖരായ ഓല, ഊബർ തുടങ്ങിയ കമ്പനികളുടെ ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ ആദ്യത്തെ സഹകരണ ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. കേന്ദ്ര സഹകരണ മന്ത്രാലയവും നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷനും ചേർന്നാണ് ഈ സംരംഭത്തിന് രൂപം നൽകിയിരിക്കുന്നത്. ഡ്രൈവർമാർക്ക് അവരുടെ വരുമാനത്തിൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുക, യാത്രക്കാർക്ക് സർക്കാർ മേൽനോട്ടത്തിലുള്ള സുരക്ഷിതവും സുതാര്യവുമായ ബദൽ നൽകുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ആപ്പ് അധിഷ്ഠിതമായ ടാക്സി സേവനങ്ങളെക്കുറിച്ച് നിരക്ക് വർധനവ്, ഏകപക്ഷീയമായ റദ്ദാക്കലുകൾ, മോശം സർവീസ് തുടങ്ങിയ നിരവധി പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഇതിലും പ്രധാനം സ്വകാര്യ കമ്പനികൾ ഡ്രൈവർമാരിൽ നിന്ന് ഈടാക്കുന്ന ഉയർന്ന കമ്മീഷനാണ്. 25% വരെയാണ് ഡ്രൈവർമാരിൽ നിന്നും ഈടാക്കുന്നത്. പുതിയ ഭാരത് ടാക്സി പ്ലാറ്റ്ഫോമിൽ ഈ കമ്മീഷൻ സമ്പ്രദായം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം അംഗത്വ മാതൃകയിലാണ് സർവീസ് പ്രവർത്തിക്കുക. ഡ്രൈവർമാർ ഒരു നിശ്ചിത പ്രതിദിന, പ്രതിവാര അല്ലെങ്കിൽ പ്രതിമാസ ഫീസ് മാത്രം അടച്ചാൽ മതി. ഇത് ഡ്രൈവർമാർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനും അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. നവംബറിൽ ഡൽഹിയിൽ 650 വാഹനങ്ങളും അവയുടെ ഉടമകളായ ഡ്രൈവർമാരുമായി ഭാരത് ടാക്സി സർവീസ് ആരംഭിക്കും. പരീക്ഷണം വിജയകരമായാൽ 2025 ഡിസംബറിൽ മറ്റ് പ്രധാന നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിക്കും. പ്രാരംഭഘട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാർക്കും ഉൾപ്പെടെ 5000 ഡ്രൈവർമാർ പങ്കെടുക്കും. മുംബൈ, പൂനെ, ഭോപ്പാൽ, ലക്നൌ, ജയ്പൂർ ഉൾപ്പെടെ 20 നഗരങ്ങളിലേക്ക് ഇത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എത്തും. 2026 മാർച്ചോടെ മെട്രോ നഗരങ്ങളിലും 2030ഓടെ 1,00,000 ഡ്രൈവർമാരെ ഉൾപ്പെടുത്തി ജില്ലയിലെ ആസ്ഥാനങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഭാരത് ടാക്സി എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഭാരത് ടാക്സി ഒരു സഹകരണ സംരംഭമായാണ് പ്രവർത്തിക്കുന്നത്. 2025 ജൂണിൽ 300 കോടി രൂപയുടെ പ്രാരംഭ മൂലധനത്തോടെ സ്ഥാപിച്ച സഹകാർ ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഇതിന്റെ നടത്തിപ്പിലുള്ള ചുമതല. എന്നാൽ ഇന്ത്യയുടെ സഹകരണ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ മൊബിലിറ്റി രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ സംരംഭത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്.